അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ പഠിച്ചത് സൂറത്തുൽ ബഖറയുടെ 1 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ മനപ്പാഠവും അതേപോലെ തജ്വീദ് നിയമങ്ങളും പിന്നെ അർത്ഥ വിവരണവുമാണ് പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ 26 ആയത്ത് മുതലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് 26, 27 ആയത്തുകളുടെ മനപ്പാഠം തജ്വീദ് നിയമങ്ങളോട് കൂടിയും ലഘു വിവരണത്തോടു കൂടിയും ആണ് ആരംഭിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗകഹാ ഫഅമ്മൽ ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വഅമ്മൽ ലദീന കഫറൂ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസലാ യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. തജ്വീദ് നിയമങ്ങൾ ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഇതൊക്കെ വിശദീകരിച്ചതാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഇന്ന അതേപോലെ മസലമ്മ, അവിടെ നൂനിനും മീമിനും ഷദ്ദ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിർബന്ധമായും മണിക്കണം. അതിന് വാജിബുൽ ഗുന്ന എന്ന് പറയും. ഇന്ന അതേപോലെ മസലമ്മ. പിന്നെയുള്ളത് ലാ യസ്തഹീ, അവിടെ മദ് മുൻഫസിലാണ്. നിങ്ങൾ നിർബന്ധമായും 4-5 ഹർക്കത്ത് നീട്ടാം. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്ന, ഐ യളിരിബ അതേപോലെ മസലമ്മ. ഇദ്ഗാം ബിലാ ഗുന്നയും ഇദ്ഗാം ബിഗുന്നയും അതേപോലെ ഇഖ്ഫാ, ഇതൊക്കെ ഞാൻ വിശദീകരിച്ചു തന്നതാണ്. എങ്കിൽ ഒരു വട്ടം കൂടി ഞാൻ പറയാം. ഇദ്ഗാം ബിഗുന്ന, അതായത് സുക്കൂനുള്ള നൂനിന് ശേഷവും തൻവീനു ശേഷവും 4 അക്ഷരങ്ങൾ വന്നാൽ അവയെ മണിപ്പിച്ചുകൊണ്ട് ചേർത്ത് ഓതണം. ഐ യളിരിബ അതേപോലെ മസലമ്മ. ആ 4 അക്ഷരങ്ങളിൽപ്പെട്ട 2 അക്ഷരങ്ങളാണ് ഇവിടെ വന്നത്, യാ മീം. ബാക്കിയുള്ളത് നൂനും വായുമാണ്. യൻമു നിങ്ങൾ പഠിച്ചതാണല്ലോ. ഇനി അടുത്തത് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. വാദ്, കാഫ്, ഇതൊക്കെ കനപ്പിച്ചോതേണ്ട അക്ഷരമാണ്. പിന്നെയുള്ളത് ഇഖ്ഫാ. സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനു ശേഷമോ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ നൂനിനെ വെളിവാക്കാതെ മറച്ച് വെച്ച്, അതായത് ഇഖ്ഫാ ചെയ്ത് മണിപ്പിച്ചുകൊണ്ട് ഓതണം. ഇവിടെ ആ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഫായാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ബഊലതൻ ഫമാ എന്ന് ഓതണം. ഇതാണ് ആയത്തിൻ്റെ ഈ ഭാഗത്തുള്ള തജ്വീദ് നിയമം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെയും നൂനിനും മീമിനും ഷദ്ദ് വന്നിട്ടുണ്ട്. വാജിബുൽ ഗുന്നയാണ്, നിർബന്ധമായും മണിപ്പിക്കണം. പിന്നെയുള്ളത് ഖാഫ്, റാ എന്നീ അക്ഷരങ്ങൾ കനപ്പിച്ച് ഓതണം, തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷവും തൻവീനു ശേഷവും ലാമ്, റാ എന്നീ 2 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നൂനിനെ പൂർണ്ണമായും സൈലൻ്റാക്കി അടുത്ത അക്ഷരത്തോട് മണിപ്പിക്കാതെ ചേർത്തി ഓതണം. മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്. നമുക്ക് നോക്കാം. ഫഅമ്മൽ ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം.
ഇവിടെ മീമിന് ഷദ്ദുണ്ട് വാജിബുൽ ഗുന്ന. അതേപോലെ റ, ഖാഫ്, ലാം എന്നിവ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. അവിടെ മാസാ എന്ന സ്ഥലത്ത് നിങ്ങൾ 4-5 ഹർക്കത്ത് വരെ നീട്ടാം. 2 ഹർക്കത്ത് നീട്ടുന്നതിനും അനുവാദമുണ്ട്. പിന്നെയുള്ളത് മസലൻ. അവിടെ മീം എന്ന ഒരു ചിഹ്നം കണ്ടോ? ഒരു വാക്കിന് മുകളിലായി ഈ ചെറിയ മീം കാണുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക എന്നത് നിർബന്ധമാണ്. ഇതിനെ വഖഫ് ലാസിം എന്ന് വിളിക്കുന്നു. അപ്പം അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബിഹാദ മസല എന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഫയഖൂലൂന മാസാ, അവിടെ 4-5 ഹർക്കത്ത് നീട്ടണം. ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള തജ്വീദ് നിയമങ്ങൾ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെയുള്ള നിയമങ്ങൾ: ഒന്നാമത്തേത് മദ് അസ്ലി, ബിഹി, യുലില്ലു ബിഹി, അതേപോലെ യഹ്ദി ബിഹി, അതേപോലെ ഫാസിഖീൻ. അവിടെ മദ് അസ്ലിയുടെ ചിഹ്നങ്ങൾ കാണാം. അവിടെ നിങ്ങൾ 2 ഹർക്കത്ത് വരെ നീട്ടാം, അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്ന, കസീറം വ. അവിടെ തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട വ വന്നതുകൊണ്ട് അവയെ മണിപ്പിച്ചുകൊണ്ട് ചേർത്തി ഓതണം. കസീറം വ. ഓക്കെ. പിന്നെയുള്ളത് ലാദ്, റ, ഖാഫ് എന്നിവ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് ബിഹി. അവിടെ മദ് മുൻഫസിൽ 4, 2, 4, 5 ഹർക്കത്ത് വരെ നീട്ടാം. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂനാണ്. അവിടെയും 4 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. ഏതൊരു വസ്തുവേയും ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല, തീർച്ച. അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ. എന്നാൽ വിശ്വാസികൾക്ക് അത് തങ്ങളുടെ നാഥൻ്റെ പക്കലിൽ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യമാകുന്നതാണ്. സത്യനിഷേധികളാകട്ടെ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ ഉപമ നിമിത്തം ധാരാളം ആളുകളെ അവൻ പിഴവിലാക്കുന്നു, ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അധർമ്മകാരികളല്ലാത്ത ആരെയും അത് നിമിത്തം അവൻ പിഴപ്പിക്കുകയില്ല. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ലാ യസ്തഹീ, അവൻ ലജ്ജിക്കുകയില്ല, അൻ യളിരിബ, ആക്കുവാൻ അഥവാ വിവരിക്കുന്നതിന്, മസലമ്മ, ഏതൊരു ഉപമയും, എന്തൊരു ഉപമയും, ബഊലത്തൻ, ഒരു കൊതുകിനെയാവട്ടെ, ഫമാ ഫൗഖഹ, അതിന് മീതെയുള്ളതിനെയാവട്ടെ, ഫഅമ്മല്ലസീന, എന്നാലപ്പോൾ, ആമനു, വിശ്വസിച്ചവർ, ഫയഅലമൂന, അവർ അറിയും, അന്നഹുൽ ഹഖ്, അത് യാഥാർത്ഥ്യമാണെന്ന്, മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്ന്, വ അമ്മല്ലസീന, എന്നാൽ യാതൊരു കൂട്ടരാവട്ടെ, കഫറു, അവർ അവിശ്വസിച്ചിരിക്കുന്നു, ഫയഖൂലൂന, അവർ പറയും, മാസാ, എന്തൊന്നാണ്, അറാദല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചത്, ബിഹാദ, ഇതുകൊണ്ട്, മസലൻ, ഉപമയായി, യുലില്ലു ബിഹി, അതുകൊണ്ട് അവൻ വഴി പിഴവിലാക്കുന്നു, കസീറൻ, വളരെ ആളുകളെ, വയഹ്ദീ ബിഹി, അതുകൊണ്ട് അവൻ നേർമാർഗത്തിലുമാക്കുന്നു, കസീറൻ, വളരെ ആളുകളെ, വമാ യുദില്ലു ബിഹി, അതുകൊണ്ട് അവൻ വഴി പിഴവിലാക്കുകയില്ലതാനും, ഇല്ലൽ ഫാസിഖീൻ, തോന്നിയവാസികളെയല്ലാതെ. നമുക്ക് ഈ ആയത്തിനെ മനഃപ്പാഠമാക്കാൻ നോക്കാം. മനഃപ്പാഠമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത്, നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിനടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതണം, എന്നാലേ പെട്ടെന്ന് മനസ്സിൽ പതിയുകയുള്ളൂ. രണ്ടാമത്തേത്, ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം.
ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതുക, അതാണ് ഇത് പഠിക്കാനുള്ള രീതി. മൂന്നാമത്തേത്, ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം ബൈഹാർട്ടാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ നോക്കി പഠിക്കുക. പിന്നെ ഈ ആയത്തിനെ 4 വരികളായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓരോ വരിയും 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓരോ വരിയുടെ ഓരോ ഭാഗങ്ങളും 3 തവണ ഓതുക. അത് ഞാൻ അടുത്ത വരി തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ. ഇനി ഒന്ന് കണ്ണടച്ച് ചോദ്യം നോക്കൂ. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ. ഈ കണ്ണടച്ചോതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ വരി തെളിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഓതേണ്ടതാണ്, എന്നാലേ നിങ്ങളുടെ മനസ്സിൽ പതിയുകയുള്ളൂ. ഇത് പതിഞ്ഞവർ, അതായത് മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. അല്ലാത്തവർ ഇത് റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുക. مثلا ما بعوضة فما فوقها مثلا ما بعوضة فما فوقها مثلا ما بعوضة فما فوقها. ഇനി ഒന്ന് കണ്ണടച്ച് ചോദ്യം നോക്കൂ. مثلا ما بعوضة فما فوقها. ഇവിടെയും എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. നിങ്ങൾക്ക് പഠിക്കുന്നത് വരെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഈ ഒരു വരിയെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. നോക്കി തന്നെ ഓതിക്കോ 3 തവണ. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹാ ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹാ ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹാ. ഇനി ഒന്ന് കണ്ണടച്ച് ഓതി നോക്കൂ. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹാ. ഇത് ബൈഹാർട്ട് ആക്കിയതിന് ശേഷം അടുത്ത വരിയിലേക്ക് പോവാം. കഴിഞ്ഞ വരി ബൈഹാർട്ട് ആവാത്തവർ അത് റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുക. فأما الذين آمنوا فيعلمون فأما الذين آمنوا فيعلمون فأما الذين آمنوا فيعلمون. ഇനി കണ്ണടച്ച് ചോദ്യം നോക്കൂ. فأما الذين آمنوا فيعلمون فأما الذين آمنوا فيعلمون. ബൈഹാർട്ടായവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. ഇനി നമുക്ക് ഇതിനെ കൂട്ടി യോജിപ്പിക്കാം. നോക്കി തന്നെ ഓതിക്കോളൂ. فأما الذين آمنوا فيعلمون أنه الحق من ربهم
فأما الذين آمنوا فيعلمون أنه الحق من ربهم فأما الذين آمنوا فيعلمون أنه الحق من ربهم ഇനി കന്നഡ ചോദ്യം നോക്കൂ. فأما الذين آمنوا فيعلمون أنه الحق من ربهم. ഇത് മനസ്സിൽ പതിഞ്ഞവർ അടുത്ത വരിയിലേക്ക് പോവാം. മനസ്സിൽ പതിയാത്തവർ റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുക. وأما الذين كفروا فيقولون وأما الذين كفروا فيقولون وأما الذين كفروا فيقولون ഇനി കണ്ണടച്ച് നോക്കൂ. وأما الذين كفروا فيقولون. മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. ماذا أراد الله بهذا مثلا ماذا أراد الله بهذا مثلا ماذا أراد الله بهذا مثلا. ഇനി കന്നഡ ചോദ്യം നോക്കൂ. ماذا أراد الله بهذا مثلا. ഇനി നമുക്ക് ഈ വരി കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا. മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. മനസ്സിൽ പതിയാത്തവർ റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുക. يضل به كثيرا ويهدي به كثيرا يضل به كثيرا ويهدي به كثيرا يضل به كثيرا ويهدي به كثيرا. ഇനി കന്നഡ ചോദ്യം നോക്കൂ. يضل به كثيرا ويهدي به كثيرا. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. وما يضل به إلا الفاسقين وما يضل به إلا الفاسقين وما يضل به إلا الفاسقين. ഇനി കന്നഡ ചോദ്യം നോക്കൂ. وما يضل به إلا الفاسقين. ഇനി നമുക്ക് ഈ ലൈന് മൊത്തത്തിൽ ഓതി നോക്കാം. يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ഇത് ബൈഹാർട്ട് ആവുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. ബൈഹാർട്ട് ആയവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് ഈ ആയത്തിനെ മുഴുവനായി ഒന്ന് ഓതി നോക്കാം.
ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ഇത് നിങ്ങൾ ഒരു 3 തവണയെങ്കിലും മിനിമം വിരൽ വെച്ച് നോക്കി തന്നെ ഓതണം. അതിനുശേഷം കാണാതെ ഓതി നോക്കുക. ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങൾ ഓതി നോക്കുക തന്നെ വേണം. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ഇഖ്ഫാ. യൻഖുലൂന, ഇവിടെ നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായ ഖാഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നൂനിനെ വെളിവാക്കാതെ മറച്ച് വെച്ച്, അതായത് ഇഖ്ഫാ ചെയ്ത് മണിപ്പിച്ചു കൊണ്ട് ഓതണം. യൻഖുലൂന, യൻഖുലൂന എന്ന് ഓതരുത്, യൻഖുലൂന. ഇവിടെ കാഫ് ഹെവി ലെറ്റർ ആയതുകൊണ്ട് ആ മണിപ്പിക്കലിനും ഒരു ഹെവിനെസ് വരണം. പിന്നെയുള്ളത് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ് ഖാഫ്, വാദ്, ലാമ്. പിന്നെയുള്ളത് ഇഖ്ലാബ്. എന്താണ് ഇഖ്ലാബ്? സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനു ശേഷമോ ബ എന്ന അക്ഷരം വന്നാൽ ആ നൂൻ ശബ്ദത്തെ മാറ്റി മീം ആക്കി ചെറുതായി മണിച്ച് ഉച്ചരിക്കണം. മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി എന്നല്ല, മിൻ ബഅദി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ മീം എന്ന് പച്ചനിറത്തിൽ കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ നിങ്ങൾ മിൻ ബഅദി എന്ന് തന്നെ ഓതണം. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. മീസാക്കിഹിൽ സായുടെ മുകളിലും ബിഹിക്ക് ശേഷവും മദ് അസ്ലിയുടെ ചിഹ്നങ്ങൾ കാണാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വയഖ്തഊന, അവിടെ ഖാഫിന് സുക്കൂനുള്ളത് കൊണ്ട് അവിടെ കൽക്കലെ ചെറിയൊരു പ്രതിധ്വനി ആവശ്യമുണ്ട്. പിന്നെയുള്ള തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ് ത്വ, റ, ലാം, സ്വാദ്, ളാദ്. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. ഇവിടെ മാ അമറല്ലാഹു ബിഹി. ഈ 2 സ്ഥലങ്ങളിൽ മദ് മുൻഫസിലാണ്. അവിടെ നിങ്ങൾ 4, 5 ഹർക്കത്ത് വരെ നീട്ടി ഓതണം. 2 ഹർക്കത്ത് നീട്ടി ഓതുന്നതിനും അനുവാദമുണ്ട്. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്ന. അയ്യൂസല, സുക്കൂനിലെ നൂന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ യാ വന്നതുകൊണ്ട് അവയെ മണിപ്പിച്ചുകൊണ്ട് ചേർത്ത് ഓതണം. അയ്യൂസല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇവിടെ മദ് മുത്തസിലാണ്. 5, 6 ഹർക്കത്ത് വരെ നീട്ടി ഓതണം. പിന്നെയുള്ളത് തഫ്ഹീം. ഹ, റ എന്നിവ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. ഹ എന്ന അക്ഷരത്തിന് മുകളിൽ മദ് അസ്ലിയുടെ ചിഹ്നം കാണാം. അതുകൊണ്ട് 2 ഹർക്കത്ത് നീട്ടണം.
പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂൻ. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമം. നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. അള്ളാഹുവിൻ്റെ ഉത്തരവ് അവൻ ശക്തിയുക്തം നൽകിയതിനു ശേഷം അതിന് വിപരീതം പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ. ആര്? അധർമ്മകാരികൾ. അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. അല്ലസീന, അതായത് അല്ലെങ്കിൽ യാതൊരു കൂട്ടർ, യൻഖുലൂന, അവർ ലംഘിക്കും, അഹ്ദല്ലാഹി, അള്ളാഹുവിൻ്റെ ഉത്തരവ്, കൽപ്പന, കരാർ, മിൻ ബഅദി, ശേഷമായി, മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ, അൻ യൂസല, അതു ചേർക്കപ്പെടുവാൻ, വയുഫ്സിദൂന, അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർളി, ഭൂമിയിൽ അഥവാ നാട്ടിൽ, ഉലായിക, അക്കൂട്ടർ, ഹുമു, അവർ തന്നെയാണ്, അൽ ഹാസിറൂൻ, നഷ്ടക്കാർ. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥവും വേർഡ് ബൈ വേർഡ് അർത്ഥവും. ഇനി നമുക്ക് 27-ാമത്തെ ആയത്ത് മനഃപ്പാഠമാക്കാൻ നോക്കാം. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി. ഇനി കാണാതെ ഓതി നോക്കൂ. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി. ഈ വരിയുടെ ഈ ഭാഗം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. മിൻ ബഅദി മീസാഖിഹി, മിൻ ബഅദി മീസാഖിഹി, മിൻ ബഅദി മീസാഖിഹി. ഇനി കാണാതെ ഓതി നോക്കൂ. മിൻ ബഅദി മീസാഖിഹി. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. ഇനി കാണാതെ ഓതി നോക്കൂ. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വരിയിലേക്ക് പോവാം. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി. ഇനി ഓതി കണ്ണടച്ച് ഓതി നോക്കൂ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്, അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്, അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്. ഇനി കണ്ണടച്ച് ഓതി നോക്കൂ. അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി കൂട്ടി യോജിപ്പിക്കാം. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്,
ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض. ഇനി കണ്ണടച്ചൊന്ന് ഓതി നോക്കൂ. ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇനി കണ്ണടച്ച് ഓതി നോക്കൂ. ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇനി നമുക്ക് ഈ ആയത്ത് മൊത്തമായിട്ട് ഒന്ന് ഓതി നോക്കാം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ഈ ആയത്ത് മുഴുവൻ നിങ്ങൾ 3 തവണ വിരൽ വെച്ച് ശ്രദ്ധിച്ച് തന്നെ ഓതണം. അതിനുശേഷം കാണാതെ ഓതി നോക്കുക. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20 തവണയെങ്കിലും ഇത് ആവർത്തിച്ച് ഓതണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിസ്കാരത്തിലും അതേപോലെ വെറുതെ നിൽക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ പഠിച്ച ഈ 2 ആയത്തുകൾ നിങ്ങൾ മനസ്സിൽ ഓതി നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വയം തെറ്റുകൾ തിരുത്താനുള്ളത്, അതായത് നിങ്ങൾ വോയിസ് റെക്കോർഡിൽ നിങ്ങൾ ഈ പഠിച്ച ഭാഗങ്ങൾ ഓതി നോക്കുക. എന്നിട്ട് അത് ഒരു ഖുർആൻ എടുത്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അന്നേരം തന്നെ തിരുത്താൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 26, 27 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ അറിയുന്നവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.